സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും സ്വാഗതം, ഒപ്പം സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വേദഭാഗമായി വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 16, 21 മുതൽ 23 വരെ. അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. യേശുവോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റേതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെ യേശു അതുപോലെ ശിഷ്യന്മാരും, പ്രത്യേകിച്ച് പത്രോസിനോടുള്ള വ്യക്തിപരമായ സംഭാഷണമാണ്. ഇവിടെ നാം കാണുന്നത് നോമ്പുകാല ചിന്തയുമായി ബന്ധപ്പെട്ട് കർത്താവിനെ യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും റോമൻ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ അവനെ പിടിച്ച് പീഡിപ്പിക്കുകയും കൊല്ലുകയും തുടർന്ന് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നുള്ള ആ വരാനിരിക്കുന്ന സംഭവം യേശു പ്രസ്താവിക്കുകയാണ്. ആ സമയം കർത്താവിൻ്റെ അഥവാ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് യേശുവിനെ അല്പം മാറ്റി നിർത്തി പ്രത്യേകമായി പറയുകയാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതേ എന്ന്. അത് കേട്ട മാത്രയിൽ യേശു അവനെ ശാസിക്കുകയാണ്, സാത്താനെ എന്ന് വിളിക്കുകയാണ്, എന്നെ വിട്ടു പോകുവാൻ ആജ്ഞാപിക്കുകയാണ്. കാരണം യേശു തന്നെ ഇവിടെ പറയുന്നത്, നീ ദൈവത്തിൻ്റേതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്നാണ്. ഇവിടെ യേശു അറിയുന്നു താൻ എന്തിനാണ് ഈ ഭൂലോകത്തിലേക്ക് വന്നതെന്ന്. പാപികളായ മുഴുവൻ മാനവജാതിയെയും പാപച്ചേറ്റിൽ നിന്ന് വിടുവിച്ച് രക്ഷിച്ച് നിത്യജീവൻ്റെ ഓഹരിക്കാരാക്കുവാൻ ഒരു യജ്ഞം അഥവാ ഒരു മഹായാഗം അഥവാ ഒരു മഹാബലി ആവശ്യമായിരുന്നു. അതാണ് കാൽവരിയിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നത്. ആ ക്രൂശ് മരണത്തിലൂടെ അതാണ് സ്ഥാപിതമാകേണ്ടിയിരിക്കുന്നത്. അതിനായിട്ടാണ് ഈ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. എന്നാൽ ഈ സത്യം തിരിച്ചറിയുവാൻ, ഉൾക്കൊള്ളുവാൻ പത്രോസിനും ശിഷ്യന്മാർക്കും കഴിയുന്നില്ല. യേശു തനിക്ക് സംഭവിപ്പാനിരിക്കുന്നത് അവരോട് പ്രസ്താവിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, നിനക്കങ്ങനെ ഒരിക്കലും സംഭവിക്കരുതേ എന്ന്. യേശു അവരോടുകൂടെ എന്നും ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു കാണും. ആഗ്രഹം നല്ലതാണ്. പക്ഷേ യേശുവിനെക്കുറിച്ചുള്ള അഥവാ ദൈവപുത്രനെക്കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശമാണല്ലോ ആത്യന്തികമായി നിറവേറേണ്ടത്. എന്തിനാണ് ആ സർവശക്തനായ പിതാവായ ദൈവം പുത്രനെ, യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? അതെ, മാനവ ജാതിയുടെ പാപ പരിഹാര ബലി അർപ്പിക്കുവാൻ. അതിനായി സമർപ്പിച്ചുകൊണ്ട് യേശു വരികയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ പത്രോസ് പറയുകയാണ്, അങ്ങനെ ഒരിക്കലും നിനക്ക് സംഭവിക്കരുതേ എന്ന്. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ ദൈവഹിതം എങ്ങനെ നിറവേറുമെന്നാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്. ആ ദൈവഹിതത്തെ
തടസ്സപ്പെടുത്തുന്ന പ്രസ്താവന പറഞ്ഞതുകൊണ്ടാണ് യേശു പത്രോസിനെ സാത്താനെ എന്ന് വിളിക്കുന്നത്. അതെ, പത്രോസിനെ ഒരിക്കൽ യേശു നീ ഭാഗ്യവാൻ, എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ നിനക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രശംസിച്ചത് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. അതെ, ഇപ്പോൾ ഇവിടെ യേശു ദൈവപുത്രനെന്ന് ആദ്യം പ്രഘോഷിച്ച അതേ പത്രോസ് ഇവിടെ യേശുവിനാൽ തന്നെ സാത്താനെന്ന് വിളിക്കപ്പെടുകയാണ്. കാരണം ദൈവഹിതം തിരിച്ചറിയാതെ പോയി. അതെ, നമുക്കും ദൈവഹിതം തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ തെറ്റിപ്പോവാനിടയാവും. ആമേൻ, ആമേൻ. Thank you.